ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഘർ പേഡ് ഓർ താരെ കി യാദ് എന്ന ഒരു ലോക് കഥയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലോക് കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്ക് സ്റ്റോറീസ്, അതായത് നാടോടി കഥകളാണ്. അപ്പോൾ ആരാണ് ഈ ഒരു കഥ രചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ നാടോടി കഥയുടെ ഓഥർ എന്ന് പറയുന്നത് മംഗ്ലേഷ് ഡബ്രാലാണ്. ഓക്കെ, അപ്പോൾ ഘർ പേഡ് ഓർ താരെ കി യാദ് എന്ന് പറയുമ്പോൾ എന്താണ്? വീടിന്റെയും മരങ്ങളുടെയും അതുപോലെ തന്നെ താരെ നക്ഷത്രങ്ങളുടെയും ഒക്കെ യാദ്, ഓർമ്മ എന്നാണ് ഈ ഒരു ലോക് കഥയുടെ പേര്. ഉത്തരി ധ്രുവ് കെ പഡോസ് മേ ജോ ദേശ് ഹെ ഉൻമേ ഫിൻലാൻഡ് ബി ഹെ. അപ്പോൾ ഉത്തരി ധ്രുവ് കെ, അതായത് നോർത്തേൺ ഡയറക്ഷനിലുള്ള, പഡോസ് മേ എന്ന് വെച്ചാൽ അടുത്തായിട്ട്, ജോ ദേശ് ഹെ ഏതൊക്കെ രാജ്യങ്ങളാണോ ഉള്ളത്, ഉന്മേ ഫിൻലാൻഡ് ബി ഹെ അതില് ഫിൻലൻഡും ഉൾപ്പെടുന്നു. ഉസ്കി സീമായെ റൂസ് സെ മിൽത്തി ഹെ, അതിന്റെ സീമ എന്ന് വെച്ചാല് അതിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ അതിന്റെ അതിർത്തി റൂസുമായിട്ട് കണക്റ്റഡ് ആണ്. മിൽത്തി ഹെ എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആണ് എന്നാണ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. സീമ എന്ന് വെച്ച് കഴിഞ്ഞാല് ബോർഡർ. करीब 200 साल पहले ഫിൻലൻഡ് को युद्ध में बहुत नुकसान हुआ. കരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 200 साल पहले 200 വർഷങ്ങൾക്ക് മുൻപ് ഫിൻലൻഡിന് യുദ്ധമേ ബഹത് നുക്സാൻ ഹുവ. നുക്സാൻ എന്ന് വെച്ചാൽ നഷ്ടം. അപ്പോൾ യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഷെഹറോ കോ ജലാ ദിയാ ഗയ, അതായത് പട്ടണങ്ങൾക്കൊക്കെ തീ വെച്ചു. ജലാദീനാന്ന് വെച്ച് കഴിഞ്ഞാല് തീയിടുക, ഷെഹർ എന്ന് പറഞ്ഞ പട്ടണങ്ങൾ. അപ്പം പട്ടണങ്ങളൊക്കെ തീയിടപ്പെട്ടു. അതുപോലെ തന്നെ ഫസലി നഷ്ട് ഹോഗയി, എന്താണ് അവിടുത്തെ വിളവുകൾ, ഫസൽ എന്ന് പറഞ്ഞ വിളവുകളാണ്, ക്രോപ്സ്, അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഹസാറു ലോഗ് മാരേ ഗയെ, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഹസാർ എന്ന് വെച്ചാൽ 1000. അപ്പം ഹസാറോ ലോഗ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ, മാരേ ഗയെ കൊല ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഹസാറോ മോത്തോ കെ ബാദ് കൈ ബീമാരിയ ഫേൽ ഗയി, അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ, മോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം, മരണത്തിന് ശേഷം കൈ ബീമാരിയ ഒരുപാട് അധികം അസുഖങ്ങൾ, ഫേൽ ഗയി അതായത് വ്യാപിച്ചു. ഫേൽനാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിക്കുക, സ്പ്രെഡ് ചെയ്യുക. ഹസാറോ ലോഗ് അപ്നെ ഘറോ കോ ഛോഡ്കർ ജാനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയെ, ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകള് ഛോഡ്കർ അത് വിട്ടിട്ട് പോവാനായിട്ട് മജ്ബൂർ ഹോ ഗയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേരിപ്പിക്കപ്പെട്ടു. അതായത് അവർക്ക് വേറെ ഒരു നിവർത്തിയില്ലാത്ത ഒരു അവസ്ഥ, അവര് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു. അതാണ് മജ്ബൂർ ഹോ ജാന എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നിർബന്ധിതരായി അവരുടെ വീടുകൾ വിട്ടു പോവാനായിട്ട്. കുച്ച് ലോഗോ കോ ദുഷ്മനോ കി സേന പക്കഡ്കർ ലേ ഗയി, കുറച്ച് ആളുകളെ ദുഷ്മനോ കി സേന എന്ന് വെച്ച് കഴിഞ്ഞാല് ശത്രു രാജ്യത്തിന്റെ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ആർമിയിലെ ആളുകൾ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി. പക്കഡ്കർ ലേ ഗയി എന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ട് പോയി. ബഹത് സെ പരിവാറോ മേ മാതാ പിത ഓർ ബച്ചെ ബി അലഗ് അലഗ് ഹോ ഗയെ. അപ്പോൾ ഒരുപാട് പരിവാറുകൾ, അതായത് ഒരുപാട് കുടുംബങ്ങളിലെ മാതാപിത, അച്ഛനും അമ്മയും അതുപോലെ തന്നെ ബച്ചെ കുട്ടികളൊക്കെ അലഗ് അലഗ് ഹോ ഗയെ. അലഗ് ഹോണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആവുക. അപ്പൊ അവരൊക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ജബ് കുച്ച് ദിൻ ബാദ് കുച്ച് भागे हुए लोग वापस आए तो उन्हें जले हुए घरों और ഫസലോं के अलावा कुछ भी नहीं मिला. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ഭാഗ്യ ഹുവേ ലോഗ് എന്ന് വെച്ചാൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകൾ വാപ്പസായി തിരിച്ചു വന്നപ്പോൾ ഉൻഹെ ജലേ ഹുവേ ഘറോ ഓർ ഫസലോं के अलावा, അവർക്ക് ജലേ ഹുവേ ഘർ ഓർ ഫസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ എന്താണ് വീടുകൾ, അതുപോലെ തന്നെ ഈ വിളകൾ, കെ അലാവ എന്ന് വെച്ചാൽ ഇത് കൂടാതെ, കുച്ച് ബി നഹി മില മറ്റൊന്നും ലഭിച്ചില്ല. ഉൻഹോനെ ബഹത് മെഹനത് കർക്കെ ഫിർ സെ അപ്നെ ഘറോ കോ ബനായ, അവര് ഒരുപാട് മെഹനത് കർക്കെ എന്ന് വെച്ചാൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, കഠിനാധ്വാനം ചെയ്തിട്ടാണ് പിന്നീട് വീണ്ടും തങ്ങളുടെ വീടുകളൊക്കെ പണിതത്. ഫസലെ ഉഗായി ഓർ ലോഗോ കെ ലോട്ട്നെ കാ ഇന്തിസാർ കർനെ ലഗെ, വീണ്ടും ഈ ഫസലൊക്കെ ഉണ്ടാക്കി, അതായത് വീണ്ടും ഈ വിളകൾ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഓർ ലോഗോ കെ ലോട്ട്നെ, പിന്നെ അവരുടെ കൂടെയുള്ള ആളുകൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്, ലോട്ട്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരിക, ക ഇന്തിസാർ കർനെ ലഗി, അതിനു വേണ്ടിയിട്ട് ഇന്തിസാർ കർണ വെച്ചാൽ വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി കാത്തിരിക്കാനായിട്ട് തുടങ്ങി. യ കഹാനി ഉസി ദോർ കി ഹെ, ഈ ഒരു കഥ എന്ന് പറയുന്നത് ആ ഒരു ദോറിലത്തെയാണ്, അതായത് ആ ഒരു കാലഘട്ടത്തിലെയാണ് എന്നാണ് പറയുന്നത്. യുദ്ധ കെ ദൗറാൻ ഏക് ഭായി ഓർ ഉസ്കി ബഹൻ ഘർ സെ ബിഛുഡ് ഗയെ. അപ്പോൾ യുദ്ധ കെ ദൗറാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം നടക്കുന്ന സമയത്ത്,
ദോരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് എന്നുള്ള അർത്ഥമാണ്. ഡ്യൂറിങ് ദ വാർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഏക് ഭായി ഓർ ഉസ്കി ബഹൻ, ഒരു ഭായി, ഒരു ബ്രദറും പിന്നെ ആ ബ്രദറിന്റെ സിസ്റ്ററും ഘർ സെ ബിഛുഡ് ഗയെ. ബിഛുഡ് ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവുക. അപ്പോൾ ഇവര് വീട്ടിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയി. ഭായി 8 സാൽ കാ ഥാ ഓർ ബഹൻ 6 സാൽ കി. അപ്പോൾ ബ്രദറിന് 8 വയസ്സും അതുപോലെ തന്നെ ബഹൻ സിസ്റ്ററിന് 6 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. വേ ഏക് ദൂസരെ ദേശ് മേ പहुंचे. അങ്ങനെ അവര് വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ദേശിലെത്തി, ഒരു രാജ്യത്തെത്തി. വഹാ ഉൻഹെ ഘർ കി ബഹുത് യാദ് ആത്തി ഥി. അവർക്ക് അവിടെ ഒരുപാട് ഓർമ്മകൾ വന്നിരുന്നു. യാദ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരിക, അവരുടെ വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നിരുന്നു. വേ ഇതനെ ഛോട്ടെ ഥേ കി ഉൻഹെ വാപ്പസ് ലौटने का रास्ता पता नहीं था. അപ്പൊ ഇവർ അത്രയും ചെറിയ കുട്ടികളല്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് വാപ്പസ് लौटने का, അവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള രാസ്ത പത്താ നഹി ഥ, അവർക്ക് രാസ്ത എന്ന് വെച്ചാൽ വഴി, പത്താ നഹി ഥ എന്ന് വെച്ചാൽ അറിയില്ലായിരുന്നു. അപ്പൊ അവർ ചെറിയ കുട്ടികളായിരുന്നു, അതുകൊണ്ട് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ അറിയില്ലായിരുന്നു. ഉൻകെ പാസ് പടോസ് കെ ലോഗ് ബഹുത് ഭലേ ഥേ. അവര് എത്തിപ്പെട്ട സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ പാസ് പടോസ് കെ ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആളുകള്, അവര് ബഹുത് ഭലേ ഥേ, അവര് വളരെ നല്ല വ്യക്തികളായിരുന്നു. വേ ഉൻകി ദേഖ്ഭാൽ കർണേ ലഗി. അപ്പൊ അവർ ഈ കുട്ടികളെ നോക്കാനായിട്ട് തുടങ്ങി. ദേഖ്ഭാൽ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാലിക്കുക, നോക്കി വളർത്തുക എന്നുള്ള അർത്ഥമാണ്. കുച്ച് സാൽ ബീത്തെ और बच्चे बड़े होते गए लेकिन वे अपने माता पिता और देश को नहीं भूल पाए. അങ്ങനെ കുറച്ച് സാൽ, ബീത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. और बच्चे बड़े होते गए, കുട്ടികൾ വലുതായി. लेकिन वे अपने माता पिता, പക്ഷെ അവർക്ക് അവരുടെ അമ്മയും അച്ഛനെയും അതുപോലെ തന്നെ और देश को, അവരുടെ ആ ഒരു രാജ്യത്തെയും नहीं भूल पाए, അത് മറക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. उन्हें आंगन में खड़े सनोबर भोज के पेड़ की भी याद आती थी, जिस पर हर सुबह 2 पक्षी बैठकर गाते थे और रात में उसकी शाखाओं के बीच से एक चमकीला तारा दिखाई देता था. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ ആംഗനിലുള്ള, ആംഗൻ എന്ന് വെച്ചാൽ മുറ്റം, മുറ്റത്ത് നിന്നിരുന്ന ഒരു സനോബർ അല്ലെങ്കിൽ ഭോജിന്റെ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങളാണ്. ആ പൈൻ മരത്തിന്റെ ഓർമ്മ വരുമായിരുന്നു. അതുപോലെ തന്നെ ജിസ്പർ ഹർ സുബ, ആ മരത്തില് എല്ലാ ദിവസവും, ഹർ സുബ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, 2 പക്ഷി ബാറ്റ് കർ ഗാത്തേ ഥേ, 2 പക്ഷികള് അവിടെ ഇരുന്നിട്ട് ഗാത്തേ ഥേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുമായിരുന്നു. ഓർ രാത് മേ, അതുപോലെ തന്നെ രാത്രി, ഉസ്കി ശാഖാവും കെ ബീച്ച് സേ, ഈ പൈൻ മരത്തിന്റെ ചില്ലകളുടെ ഇടയിലൂടെ, ശാഖാവും കെ ബീച്ച് സേ എന്നതാണ്, ഏക് ചംകീല താര ദിഖായി ദേത്താ ഥ, ഒരു തിളങ്ങുന്ന, ചംകീല എന്ന് വെച്ചാൽ തിളങ്ങുന്ന, താര നക്ഷത്രം, ദിഖായി ദേത്താ ഥ എന്ന് പറഞ്ഞാൽ കാണപ്പെടുമായിരുന്നു. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ അവർ കണ്ടിരുന്ന ആ പൈൻ മരത്തെയും അവർ ഓർക്കാനായിട്ട് തുടങ്ങി മറ്റൊരു ദേശത്ത് വന്നിട്ട്. ഏക് ദിൻ ഖബർ ആയി കി അബ് ഫിൻലാൻഡ് മേ ശാന്തി ഹൈ ഓർ ഘറോ സെ ബിഛുടെ ലോഗ് लौट सकते हैं. അങ്ങനെ ഒരു ദിവസം ഏക് ദിൻ ഖബറായി, ഖബർ എന്ന് വെച്ചാൽ ന്യൂസ് വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അബ് ഫിൻലൻഡ് മേ ശാന്തി ഹൈ, ഇപ്പൊ ഫിൻലൻഡിലെ ശാന്തി, സമാധാനമുള്ള സമയമാണ്. ഓർ ഘറോ സെ ബിഛുടെ ലോഗ്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പോന്നിട്ടുള്ള ആളുകൾ, ലോട്ട് സക്തേ ഹെ, അവർക്ക് തിരിച്ചു പോവാൻ പറ്റും, ഇപ്പൊ വലിയ പ്രശ്നമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഫിൻലാൻഡിൽ ഉള്ളത് എന്നൊരു ന്യൂസ് വരെയാണ്. ഭായി ബഹൻ കോ ലഗാ കി ഉൻഹെ ബി ഘർ ലോട്ട്നാ ചാഹിയെ. അപ്പം ഈ ബ്രദറിനും സിസ്റ്ററിനും തോന്നി അവർക്കും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട സമയമായി, ഇപ്പൊ വീട്ടിലേക്ക് പോകാം എന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. ഉൻഹോനെ അപ്നി ദേഖ്ഭാൽ കർണേ വാലെ അഭിഭാവകോ സെ ഇസ്കി അനുമതി മാങ്ങി. അപ്പോ അവരെ നോക്കി വളർത്തിയ, ദേഖ്ഭാൽ കർണ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരെ നോക്കി വളർത്തിയ, അവരെ പരിപാലിച്ച അഭിഭാവകോസെ, അവരുടെ രക്ഷകരായിട്ടുള്ള ആ ഒരു വ്യക്തികളോട് എന്ത് ചെയ്തു അവര്, അനുമതി മാങ്ങി. അനുമതി എന്ന് വെച്ചാൽ പെർമിഷൻ, പോവാനായിട്ടുള്ള പെർമിഷൻ ചോദിച്ചു, അനുവാദം ചോദിച്ചു. അഭിഭാവകോ ने हंसते हुए कहा, पता है तुम्हारा देश यहाँ से कितनी दूर है, कैसे पहुंचोगे. അപ്പൊ അവരെ രക്ഷിച്ച് നോക്കി വളർത്തിയ ആളുകളുണ്ടല്ലോ, അവര് ഹസ്തേ ഹുവേ കഹ, അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പത്താ ഹെ തുമ്ഹാരാ ദേശ് യഹാ സെ കിത്നി ദൂർ ഹെ, നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എത്രത്തോളം ദൂരത്തിലാണ് ഉള്ളത് എന്ന്.
कैसे पहुंचोगे, എങ്ങനെയാണ് അവിടേക്ക് നിങ്ങൾ എത്തുക എന്ന് ചോദിച്ചു. बच्चों ने जवाब दिया, हम किसी तरह पहुंच जाएंगे, भले ही इसमें बहुत दिन लग जाए. അങ്ങനെ കുട്ടികൾ ജവാബ് ദിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു. हम किसी तरह पहुंच जाएंगे, ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എത്തും. भले ही इसमें बहुत दिन लग जाए, ഇനി ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ദിവസം എടുക്കേണ്ടി വന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങളുടെ വീട്ടിലെത്തുമെന്ന് കുട്ടികൾ പറയാണ്. अभिभावकों ने कहा, यहाँ तुम्हारे पास घर, कपड़े, भोजन और दोस्त सब कुछ है. അപ്പോൾ ഈ ഇവരെ നോക്കിയ ആളുകൾ പറയാണ്, ഇവിടെ നിങ്ങളുടെ പക്കല് ഘർ വീട്, കപ്പിടെ വസ്ത്രങ്ങൾ, ഭോജൻ ഭക്ഷണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തുമ്ഹാരെ ദേശ് മേ അഭി ബഹുത് ഗരീബി और അഭാവ് ഹെ, നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോ ഒരുപാട് ഗരീബി ദാരിദ്ര്യവും അതുപോലെ തന്നെ അഭാവവുമാണ് ഉള്ളത്. वहां तुम्हें भूखा रहना पड़ेगा और खुरदुरे बिस्तर पर सोना पड़ेगा. അവിടെ നിങ്ങൾ ഭൂക്ക രഹന പടേക എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ വിശന്നിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. और ഖുർദുറെ ബിസ്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് അല്ലാത്ത, ഇങ്ങനെ മിനുസല്ലാത്ത റഫായിട്ടുള്ള ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക, അതിലൊക്കെ സോന പടേക, കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം. फिर पता नहीं तुम्हारा घर बचा भी है या नहीं और तुम्हारे माता पिता जीवित भी है या नहीं. അത് കൂടാതെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താ നെഹി, അറിയില്ല നമുക്ക്, തുമ്ഹാരാ ഘർ ബച്ചാ ബി ഹെ യാ നെഹി, നിങ്ങളുടെ വീട് ഇപ്പോൾ ബച്ചാ ബി ഹെ എന്ന് വെച്ചാൽ ബാക്കിയുണ്ടോ എന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ തുമ്ഹാരെ മാതാപിത, നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിത് ബി ഹെ യാ നെഹി, അവരും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ കുട്ടികളോട് പറയാണ്, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ രാജ്യത്തേക്ക് പോകുക എന്നുള്ള ആ ഒരു തീരുമാനം തന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ളതാണ് എന്ന്. അവിടെ ചെന്നാൽ നിങ്ങളെ കാത്ത് അവിടെ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കാണ്. ബച്ചോനെ കഹ ഫിർ ബി ഹം ഘർ ജാനാ ചാത്തേ ഹെ, അപ്പൊ കുട്ടികൾ പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഹമേ മാതാ പിതാ കി ബഹുത് യാദ് ആത്തി ഹെ, ഞങ്ങൾക്ക് ഞങ്ങളെ അമ്മേനും അച്ഛനെയും ഒക്കെ ഒരുപാട് ഓർക്കുന്നു എന്ന് പറയാണ്. और घर के आंगन में खड़े सनोबर के पेड़ की भी, പിന്നെന്താണ് അമ്മയും അച്ഛനും കൂടാതെ എന്താണ് അവർക്ക് ഓർമ്മ വരുന്നത്, അവരുടെ വീടിന്റെ മുറ്റത്തുള്ള ആ ഒരു സനോബറിന്റെ മരം കൂടിയാണ് ഓർമ്മ വരുന്നത്. അഭിഭാവകോ ने कहा, लेकिन तुम कई साल से अपने घर से दूर हो, जब तुम यहाँ आए थे तो सिर्फ 8 और 6 साल के थे. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള ആളുകൾ പറയാണ്, പക്ഷേ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും ദൂരെ ഇവിടെയാണ് താമസിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് വെറും 8ഉം 6ഉം വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. തും ജിസ് സഡക് സെ ആയേ ഥേ ഉസേ ഭൂൽ ഗയേ ഹോങ്കെ, നിങ്ങൾ ഏത് സഡക്കിലൂടെയാണോ വന്നത്, സഡക്ക് എന്ന് വെച്ചാൽ റോഡ്, അപ്പോൾ നിങ്ങൾ ഏത് റോഡിലൂടെയാണോ വന്നത് അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ഭൂൽ ഗയേ ഹോങ്കെ എന്ന് വെച്ചാൽ മറന്നു പോയിട്ടുണ്ടാകും. തുമ്ഹേ യഹ് ഭി യാദ് നഹീ ഹോഗാ കി തുമ്ഹാരെ മാതാ പിതാ कैसे दिखते हैं, നിങ്ങൾക്ക് അതുപോലെ ഓർമ്മയുണ്ടാവില്ല എന്താണ് നിങ്ങളുടെ അച്ഛനും അമ്മയും കാണാൻ എങ്ങനെയായിരുന്നു എന്ന്. അവരെ കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം അത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. और फिर तुम्हें रास्ता कौन बताएगा, അതുപോലെ തന്നെ നിങ്ങൾക്ക് വഴി ആരാണ് പറഞ്ഞു തരിക, രാസ്ത എന്ന് പറഞ്ഞ വഴി. लड़के ने जवाब दिया, मुझे याद है कि मेरे पिता के घर के सामने एक बड़ा सा सनोबर का पेड़ है. അങ്ങനെ ഈ ആൺകുട്ടി ബ്രദർ ഉണ്ടല്ലോ, ബ്രദർ മറുപടി പറയാണ്, ജവാബ് ദേന്ന് വെച്ചാൽ മറുപടി പറയുക. എനിക്ക് ഓർമ്മയുണ്ട്, മുझे याद है कि मेरे पिता के घर के सामने, എന്റെ അച്ഛന്റെ വീടിന്റെ മുൻപിലായിട്ട്, സാമനെ എന്ന് വെച്ചാൽ മുൻപിലായിട്ട്, एक बड़ा सा सनोबर का पेड़ है, അവിടെ ഒരു വലിയ പൈൻ മരമുണ്ട്. हर सुबह 2 प्यारे പക്ഷി വഹാ ഗാത്തെ ഹെ, എല്ലാ ദിവസവും 2 എന്താ പ്യാരെ പക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പക്ഷികൾ അതിൽ വന്നിരുന്നിട്ട് പാട്ട് പാടും. मुझे यह भी याद है कि रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മയുണ്ട്, ഈ മരത്തിന്റെ ശാഖ ചില്ലയുടെ ഇടയിലൂടെ ആയിട്ട് എന്താണ് ഒരു തിളങ്ങുന്ന നക്ഷത്രവും കാണപ്പെടാറുണ്ട് എന്ന്. അഭിഭാവകോനെ കഹ ഘർ ലോട്ടെ ഹുയെ തും മുസീബത്ത് മെഹി പടോगे, അപ്പം അവരുടെ ചുറ്റുള്ള ആളുകൾ, അവരുടെ വെൽവിഷേഴ്സ്, അഭിഭാവക് എന്ന് പറയുമ്പോൾ അവരുടെ രക്ഷകരായിട്ടുള്ള ആ വ്യക്തികൾ പറയാണ്, ഘർ ലോട്ടെ ഹുയെ, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ, തും മുസീബത്ത് മെഹി പടോगे, അവിടെ ചെന്നാൽ നിങ്ങൾ മുസീബത്ത് എന്ന് വെച്ച പ്രശ്നം,
അവിടെ ചെല്ലുന്ന വഴിക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് എന്ന് പറയാണ്. ഇസ്കെ ബാവജൂദ് ബച്ചോനെ ഘർ ലോട്ട്നെ കി ജിദ് നഹീ ഛോടി. അപ്പോൾ ഇസ്കെ ബാവജൂദ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ബച്ചോനെ ഘർ ലോട്ട്നെ കി ജിദ്, ഈ കുട്ടികളെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ജിദ് എന്ന് വെച്ചാൽ വാശി, അത് നെഹി ഛോടി, അത് വിട്ട് കളഞ്ഞില്ല. അപ്നെ ദേശ് ഓർ മാതാ പിതാ കോ ഭുലാന ഉൻകെ ലിയെ അസംഭവ് ഹോ ഗയ. അപ്പൊ തങ്ങളുടെ ഈ രാജ്യം, അതുപോലെ തന്നെ തങ്ങളുടെ പാരന്റ്സ്, അമ്മയും അച്ഛനൊക്കെ, ഇവരെ മറക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അസംഭവ്യമായിട്ടുള്ള, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരിക്കലും അത് നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഉൻകി റാത്തു കി നീന്ത് ഉടുകയി. അപ്പം ഇവർക്ക് ഉറക്കൊന്നുമില്ല. നീന്ത് ഉഡ്ജാനാന്ന് വെച്ചാൽ ഉറക്കില്ല എന്നാണ് അർത്ഥം. രാത് കോ ബായി ബഹൻ സെ പൂച്ച്താ ക്യാ തും സോ രഹി ഹോ. രാത്രി ഈ ചേട്ടൻ എന്ത് ചെയ്യും, അനിയത്തിയോട് ചോദിക്കും നീ ഉറങ്ങുകയാണോ എന്ന്. ബഹൻ കെഹത്തി നെഹി മുझे ഘർ കി യാദ് ആ രഹി ഹെ. അപ്പോൾ സിസ്റ്റർ പറയും ഇല്ല ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, എനിക്ക് വീടിന്റെ ഓർമ്മകൾ വരികയാണ് എന്നുള്ളത്. ബഹൻ ഭായി സെ പൂച്ച്തി ക്യാ തും സോ രഹേ ഹോ. സിസ്റ്റർ ബ്രദറിന്റെ അടുത്ത് ചോദിക്കും ബ്രദർ ഉറങ്ങുകയാണോ എന്നുള്ളത്. ഭായി കെഹത്ത നെഹി. അപ്പോൾ ചേട്ടൻ പറയും എന്താണ്, ഞാൻ ഉറങ്ങുകയല്ല. മേ ഘർ കെ ബാരെ മേ സോച്ച് രഹാ ഹൂം. ഞാൻ വീടിനെ കുറിച്ച് സോച്ച് രഹാ ഹൂം, ആലോചിക്കുകയാണ്. ദോനോനെ തയ കിയ കി ഏക് ദിൻ ചുപ്കെ സെ ഭാഗ് ചലേ. അങ്ങനെ ഇവർ രണ്ടുപേരും തയ കിയ എന്ന് വെച്ചാൽ തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തു. എന്താണ്, ഏക് ദിൻ ഒരു ദിവസം, ചുപ്കെ സെ ഭാഗ് ചലേ. ചുപ്കെ സെ എന്ന് വെച്ചാൽ ആരും അറിയാതെ, ഭാഗ് ചലേ ഓടിപ്പോവാമെന്ന് വീട്ടിലേക്ക്. കബി ന കബി ഘർ മിൽ ഹി ജായേഗ. എപ്പോഴെങ്കിലും കബി ന കബി എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ എന്താണ്, ഘർ മിൽ ഹി ജായേഗ, അവര് വീട്ടിലെത്തും എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിലെത്തിപ്പെടും എന്നുള്ള ചിന്തയിൽ അവർ പോവാണ്. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ദ് ചമക് രഹാ ഥാ ദോനോ ബച്ചോ നെ അപ്നെ കുച്ച് കപ്പടെ ഇക്കട്ടാ കിയെ ഓർ ചൽ പടെ. അങ്ങനെ ഒരു രാത്രി ആസ്മാൻ മേ എന്ന് വെച്ചാൽ ആകാശത്ത്, ചാന്ദ് ചമക് രഹാ ഥാ എന്താണ്, ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ചാന്ദ് എന്ന് പറഞ്ഞാൽ മൂൺ, ചന്ദ്രൻ, ചമക് എന്ന് വെച്ചാൽ തിളങ്ങുക. ദോനോ ബച്ചോനെ രണ്ടു കുട്ടികൾ എന്താ ചെയ്തത്, അപ്പനെ കുച്ച് കപ്പടെ ഇഖട്ടാ കിയെ, തങ്ങളുടെ കുറച്ച് ക്ലോത്ത്സ് എടുത്തിട്ട്, ഇഖട്ടാ കർണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടി വെക്കുക എന്നുള്ള അർത്ഥമാണ്. ഓർ ചൽപ്പടെ, അങ്ങനെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് അവരെന്ത് ചെയ്തു, ഇറങ്ങി പുറപ്പെടുകയാണ് വീട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ചാന്ദ് കി റോഷ്നി മേ രാസ്ത ദിഖായി ദേ രഹാ ഥാ. അപ്പം അന്നാണെങ്കിൽ നല്ല വെളിച്ചുണ്ടായിരുന്നു, നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അപ്പം ചന്ദ്രന്റെ വെളിച്ചത്തിൽ അവര് മുന്നോട്ട് പോവാണ്, അവർക്ക് നന്നായിട്ട് വഴി കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുച്ച് ദൂർ ചലനെ പർ ബഹൻ ബോലി ഭായി ലഗ്താ ഹൈ ഹം കബി ഘർ നഹി പഹുച്ച് പായെങ്കെ. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഈ സിസ്റ്റർ ബ്രദറിന്റെ അടുത്ത് പറയാണ്, നോക്ക് ചേട്ടാ, ലഗ്താ ഹൈ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹം കബി ഘർ നഹി പഹുച്ച് പായെങ്കെ, നമുക്ക് ഒരിക്കലും വീട്ടിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഭായിനെ കഹാ ചലോ ഹം ഉത്തർ പശ്ചിം ദിശ കി ഓർ ചലത്തെ ഹെ. അങ്ങനെ ബ്രദർ പറയാണ്, നമുക്ക് ഉത്തർ പശ്ചിം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോർത്ത് വെസ്റ്റ് ഡിറക്ഷനിൽ പോകാം എന്നാണ് പറയുന്നത്. ആ ഒരു ദിശയിൽ നമുക്ക് പോയി നോക്കാം. മുझे उम्मीद है कि हम जरूर सनोबर के पेड़ और तारे के पास पहुंच जाएंगे. मुझे उम्मीद है എന്ന് വെച്ചാൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത് ഭായി? हम जरूर सनोबर के पेड़ और तारे के पास पहुंच जाएंगे. നമ്മൾ जरूर എന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും സനോബർ കെ പേട്, ആ പൈൻ മരത്തിന്റെയും അതുപോലെ തന്നെ അതിന്റെ ഇടയിലൂടെ കാണുന്ന നക്ഷത്രത്തിന്റെയും അടുത്ത് എത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉസ് പേട് കെ ബീച്ച് സെ താര ദിഖായി ദേഗ തോ സമജ്ന കി ഘർ ആ ഗയാ ഹെ. അങ്ങനെ നമ്മൾ ആ മരം കണ്ടുപിടിച്ചാൽ അതിന്റെ ഇടയിലൂടെ ഈ നക്ഷത്രം കാണുകയാണെങ്കിൽ സമജ്ന കി ഘർ ആ ഗയ, അപ്പോ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, നമ്മുടെ വീടെത്തി എന്നാണ് ബ്രദർ പറയുന്നത്. दोनों बच्चे हिम्मत के साथ आगे बढ़ते गए. लड़के ने अपनी और बहन की रक्षा के लिए बलूत के एक पेड़ से एक अच्छी सी टहनी तोड़कर अपने पास रख ली. അങ്ങനെ ദോനോ ബച്ചെ രണ്ട് കുട്ടികളും ഹിമ്മത്ത് കെ സാത്ത് ധൈര്യത്തോടു കൂടി, ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യം എന്നാണ്, ആകെ ബഡ്ത്തെ ഗയെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ലഡ്കിയെ അപ്നി ഓർ ബഹൻ കി രക്ഷാ കെ ലിയെ, ഈ ആൺകുട്ടി തന്റെയും തന്റെ സിസ്റ്ററിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലൂത്ത് കെ എക് പേഡ് സെ, ബലൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ക് മരം, അപ്പം ഈ ഒരു ഓക്ക് ട്രീയുടെ മരത്തിൽ നിന്ന് എക് അച്ചി സി ടെഹനി തോഡ്കർ, ഒരു നല്ല ഒരു കൊമ്പ്
തോടുക്കർ എന്താണ് അത് പറിച്ചെടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് अपने पास रख ली തന്റെ പക്കൽ വെച്ചു. ചലത്തെ ചലത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹെ पर पहुंचे. അങ്ങനെ പോയി മുന്നോട്ട് പോയിട്ട് അവർ ഒരു ദിവസം ഒരു ചൗരാഹ എന്ന് വെച്ചൊരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിലെത്തി. ഉൻഹെ പതാ നഹീ था कि आगे कौन सा रास्ता ले. അവർക്ക് അറിയില്ലായിരുന്നു ആകെ മുന്നോട്ട് कौन सा रास्ता ले ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് എന്ന്. अचानक उन्होंने दो छोटे पक्षियों को देखा जो सड़क के किनारे एक पेड़ पर गा रहे थे. अचानक പെട്ടെന്ന് അവർ രണ്ടുപേരും എന്താണ് കണ്ടത്? ദോ ചോട്ടെ പക്ഷിയോക്കോ, രണ്ട് ചെറിയ പക്ഷികളെ കണ്ടു. ജോ സടക് കെ കിനാരെ, അത് സടക്ക് എന്ന് വെച്ചാൽ റോഡിന്റെ കിനാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കരയിൽ സൈഡിലായിട്ട് ഏക് പേഡ് പർ ഗാ രഹേ ഥേ, അവരൊരു മരത്തിൽ ഇരുന്നിട്ട് പാട്ട് പാടുമായിരുന്നു ഈ രണ്ട് പക്ഷികളും. ഭായി ബോല യ രാസ്ത സഹി ഹെ. അപ്പൊ ബ്രദർ പറയാണ് എന്താണ്, ഇത് കറക്റ്റ് ആയിട്ടുള്ള വഴിയാണ്. സഹി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള, രാസ്ത വഴി. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള വഴിയാണ്. മേ ഇസേ പക്ഷിയോ കെ ഗീത് സേ ഈ പക്ഷികളുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. വേ ഹമാരി മദദ് കർനെ കെ ലിയെ ആയേ ഹെ. ഈ പക്ഷികള് നമ്മളുടെ മദദ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബച്ചെ ഉസി രാസ്തേ പർ ചൽ ദിയെ. കുട്ടികൾ ആ വഴിയിൽ തന്നെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷി ഭി ഉൻകെ സാത്ത് ധീരെ ധീരെ ഉഡാൻ ഭർത്തെ രഹെ ഓർ പേടോ കി ശാഖാവോ പർ ബാഠ്തെ രഹെ. അപ്പോ പക്ഷികളും ഇവരോടൊപ്പം ധീരെ ധീരെ എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഉഡാൻ ഭർത്തെ രഹെ, പറന്നുകൊണ്ടിരുന്നു. ഓർ പേടോ കി ശാഖാവോ പർ, എന്നിട്ട് മരത്തിന്റെ ചില്ലകളില് ബാഠ്തെ രഹെ, ചെന്നിരുന്നുകൊണ്ടിരുന്നു. അപ്പൊ പക്ഷികൾ ഈ കുട്ടികളോടൊപ്പം പതുക്കെ ഇങ്ങനെ പറക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്തുകൊണ്ടിരുന്നു. ബച്ചോനെ പേടോ സെ ജാമുൻ, बैर और दूसरे जंगली फल तोड़कर अपनी भूख मिटाई और झरनों का पानी पिया. അങ്ങനെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് മരങ്ങളിൽ നിന്ന് ജാമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവൽപ്പഴം, ബേർ എന്ന് പറഞ്ഞാല് ഇലന്തപ്പഴം, ഇത്തരം പഴങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട്, തോടുക്കർ എന്ന് വെച്ചാൽ പറിച്ചുകൊണ്ട്, അപ്പനി ഭൂക്ക് മിഠായി, തങ്ങളുടെ വിശപ്പ് അടക്കി മാറ്റി. ഓർ ഝർനോ കാ പാനി പിയ, അതുപോലെ തന്നെ വഴിയിൽ കണ്ട ഝർന എന്ന് വെച്ചാൽ അരുവികളിലെ വെള്ളം കുടിച്ചു. ഇത്തിനെ ലംബേ സമയ തക് ഭട്ടക്നെ സെ ബഹൻ ബഹുത് തക് ഗയി ഥി. അപ്പൊ ഇത്രയും നീണ്ട യാത്രയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഇത്രയും നേരം അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ബഹൻ, ഈ സിസ്റ്ററിന് വളരെ ക്ഷീണായിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ വളരെ ക്ഷീണിതയായിട്ടുണ്ടായിരുന്നു. ലംബ സമയം എന്ന് വെച്ചാൽ നീണ്ട സമയം, ഭട്ടക്ന അലഞ്ഞു തിരിയുക, थक जाना എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കുക. ഉസ്നെ ഭായി സെ പൂച്ച ഹമേ അപ്ന സനോബർ കാ പേട് കബ് മിലേഗ. അങ്ങനെ ഈ സിസ്റ്റർ ചോദിക്കുകയാണ് നമുക്ക് നമ്മുടെ ആ ഒരു പൈൻ മരം എപ്പോഴാണ് കിട്ടുക എന്നുള്ളത്. ഭായി ने कहा जब हम लोगों को वह भाषा सुनाई देगी जो हमारी माता पिता बोलते थे. അപ്പോ ഈ ബ്രദർ പറയാണ് എപ്പോഴാണോ നമുക്ക് ആ ഭാഷ കേൾക്കാനായിട്ട് പറ്റുന്നത്, സുനായി ദേഗി എന്ന് വെച്ചാൽ കേൾക്കാനായിട്ട് പറ്റുന്നത്, ജോ ഹമാരെ മാതാ പിതാ ബോൾത്തേ ഥേ, നമ്മുടെ അച്ഛനും അമ്മയും സംസാരിച്ചിരുന്ന ആ ഒരു ഭാഷ നമുക്ക് എപ്പോൾ കേൾക്കാൻ പറ്റുന്നോ അപ്പോൾ നമ്മൾക്ക് വീടെത്തിയെന്ന് ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പൈൻ മരം നമ്മൾ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയാണ്. ചലത്തെ ചലത്തെ ജംഗൽ മേ ठंड बढ़ने लगी. അങ്ങനെ ഇവര് മുന്നോട്ട് നടക്കും തോറും ആ ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, ആ ഒരു കാട്ടില് ठंड തണുപ്പ് बढ़ने लगी, കൂടാനായിട്ട് തുടങ്ങി. ബഹൻ ने फिर से सनोबर के पेड़ के बारे में पूछा. അങ്ങനെ ഈ സിസ്റ്റർ വീണ്ടും ആ മരത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്, പൈൻ മരത്തിനെ കുറിച്ച് ചേട്ടനോട് ചോദിക്കുകയാണ്. ഭായി ने उसे थोड़ा धैर्य रखने के लिए कहा. അങ്ങനെ ചേട്ടൻ അവളോട് കുറച്ചും കൂടി ധൈര്യ റക്ന എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. ധീരെ ധീരെ ഉൻക പുരാന ദേശ് ഛൂട്ട് ഗയ. അങ്ങനെ പതുക്കെ പതുക്കെ അവരിപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെഹലെ ജമീൻ സമതൽ ഥി, ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ലേക്കിൻ അബ് വേ പഹാഡോ നദിയോ ഓർ ഝീലോ കെ ദേശ് മേ ആ ഗയേ ഥേ. പക്ഷെ ഇപ്പൊ അവര് പഹാഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൗണ്ടെയിൻസ് ഒക്കെ, പർവ്വതങ്ങളും മലകളൊക്കെ ഉള്ള, അതുപോലെ തന്നെ നദികളും ഝീൽ എന്ന് വെച്ചാൽ തടാകങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് എത്തിയിരിക്കുകയാണ്. ബഹനെ പൂച്ച ബായി ഹം ഖടി പഹാഡിയോ പർ കാസെ പहुंचेंगे. അപ്പം ഈ സിസ്റ്റർ ചോദിക്കുകയാണ് ചേട്ടൻ്റെ അടുത്ത്, നമ്മൾ എങ്ങനെയാണ് ഖടി പഹാഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള മലകളൊക്കെ, അതിൽ കൂടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പോവുക, അവിടേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുക എന്ന് ചോദിച്ചു. ഭായിനെ ഹിമ്മത്ത് ബന്ധായി മേ തുമേ ലേ ജാവുക. അങ്ങനെ ഹിമ്മത്ത് ബന്ധാന എന്ന് വെച്ചാൽ ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ചേട്ടൻ
അനിയത്തിക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകും എന്ന് പറയാണ്. രാസ്തേ മേ കുച്ച് നദിയാ ഓർ ഝീലേ പടി ലേക്കിൻ വഹാ ഉനെ നാവേ മിൽ ഗയി. അങ്ങനെ വഴിയില് കുറച്ച് നദികളും അതുപോലെ തന്നെ തടാകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലേക്കിൻ വഹാ ഉൻഹെ നാവേ മിൽ ഗയി. പക്ഷെ അവിടെ അവർക്ക് നാവ് എന്താണ് വഞ്ചി തോണി കിട്ടി. ഭായി ബഹൻ കോ ബിഠാക്കർ നാവ് ഖേത്താ രഹ. അങ്ങനെ ചേട്ടൻ അനിയത്തിയെ ഈ വഞ്ചിയിൽ ഇരുത്തിയിട്ട് ഈ തോണിയിൽ ഇരുത്തിയിട്ട് ഖേത്താ രഹ എന്ന് വെച്ചാൽ തുഴഞ്ഞുകൊണ്ടേയിരുന്നു, ഈ ഒരു വഞ്ചി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. ദോനോ പക്ഷി ബി ഉൻകെ സാത്ത് സാത്ത് ഉഡാൻ ഭർത്തെ ഓർ റുക്തേ രഹെ. അപ്പൊ ആ രണ്ട് പക്ഷികളും ഇവരോടൊപ്പം പറക്കുകയും അതുപോലെ തന്നെ ഇവർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒക്കെ നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏക് ഷാം ജബ് വേ ബഹുത് थके हुए थे तो उन्होंने कुछ जली हुई इमारतों को देखा. അങ്ങനെ ഒരു ഷാം, ഒരു ദിവസം വൈകുന്നേരം ഇവര് വളരെ थके हुए थे, ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരവിടെ എന്താണ് കണ്ടത്? കുച്ച് ജലി ഹുയി ഇമാരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ കത്തി നശിച്ച ഇമാരത്ത് എന്ന് വെച്ചാൽ ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ ഇവർ കണ്ടു. ഉൻകെ പാസ് ഹി എക് നയ ഫാം ഹൗസ് ബനാഥ. അതിന്റെ അടുത്ത് തന്നെ ഒരു പുതിയ ഫാം ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതായിട്ട് ഇവർ കണ്ടു. റസോയി കെ ദർവാസെ കെ ബാഹർ എക് ലഡ്കി സബ്സിയാ ഛീൽ രഹി थी. അപ്പോ ഈ ഫാം ഹൗസിന്റെ റസോയി എന്ന് പറഞ്ഞ കിച്ചൺ, അടുക്കളയുടെ ദർവാസയ്ക്ക് ബാഹർ, ആ വാതിലിന്റെ പുറത്തായിട്ട്, ദർവാസ പറഞ്ഞ വാതില്, അതിന്റെ പുറത്തായിട്ട് എക് ലഡ്കി, ഒരു പെൺകുട്ടി സബ്സിയാ ഛീൽ രഹി थी എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പച്ചക്കറികളുടെ തോല് കളയില്ലേ, അങ്ങനെ അതിനാണ് ഛീൽന എന്ന് പറയുക. അപ്പൊ ഈ പച്ചക്കറികളുടെ തോലൊക്കെ ഇങ്ങനെ പീൽ ചെയ്തോണ്ടിരിക്കുകയാണ്, അതൊക്കെ റിമൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. क्या हमें खाने के लिए कुछ दे सकती है, ഭായി ने पूछा. അങ്ങനെ ഈ ബ്രദർ പോയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തരാമോ എന്ന്. लड़की ने जवाब दिया हाँ आओ माँ रसोई में है वे जरूर तुम्हें कुछ देंगी. അങ്ങനെ ഈ പെൺകുട്ടി പറയാണ് എന്തായാലും വരൂ, അമ്മ അടുക്കളയിലുണ്ട്, വേ ജറൂർ തുമ്ഹെ കുച്ച് ദേങ്കി, അമ്മ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തരും എന്ന്. ഭായി ने बहन की गर्दन को बाह में लिपटाया और कहा क्या तुमने सुना यह लड़की वही भाषा बोल रही है जो हमारे माता पिता बोलते थे. അങ്ങനെ ഈ ഭായി ബ്രദർ എന്താണ് ചെയ്തത്? ഭായിനെ ബഹൻ കി ഗർദൻ കോ ബാഹ് മേ ലിപ്റ്റായ ഓർ കഹ. അങ്ങനെ ഈ ബ്രദർ എന്ത് ചെയ്തു? സിസ്റ്ററിനെ ഹഗ് ചെയ്തു. അതാണ് ഗർദൻ കോ ബാഹ് മേ ലിപ്റ്റാന എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ക്യാ തുമ്നെ സുന, നീ ഇത് കേട്ടോ? യഹ് ലഡ്കി വഹി ഭാഷ ബോൾ രഹി ഹെ ജോ ഹമാരെ മാതാ പിതാ ബോൾത്തെ थे. ഇപ്പൊ നമ്മൾ സംസാരിച്ച പെൺകുട്ടി സംസാരിക്കുന്ന ഭാഷ നമ്മുടെ അച്ഛനും അമ്മയും സംസാരിച്ചിരുന്ന അതേ ഭാഷയാണ് എന്ന് പറഞ്ഞു. അബ് ഹം സനോബർ കെ പേട് ഓർ താരി കി തലാഷ് ശുരു കർ സക്തേ ഹൈ. ഇനി നമുക്ക് എന്താണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ആ ഒരു പൈൻ മരവും അതുപോലെ അതിന്റെ ഉള്ളിലൂടെ കാണുന്ന ആ നക്ഷത്രത്തെയും ഒക്കെ അന്വേഷിക്കാനായിട്ട് തുടങ്ങാം എന്ന് പറയാണ്. തലാഷ് എന്ന് വെച്ചാൽ അന്വേഷിക്കുക, ശുരു കർണ എന്ന് വെച്ചാൽ തുടങ്ങുക. അപ്പൊ അത് നമുക്കിനി തുടങ്ങാം എന്ന് പറയാണ്. കാരണം ഇവർക്ക് മനസ്സിലായി ഏതാണ്ട് ഇവരുടെ അമ്മയും അച്ഛനും താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തിന്റെ പരിസരത്ത് ഇവർ എത്തിയിട്ടുണ്ട് എന്ന്, സെയിം ഭാഷയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നതുകൊണ്ട്. ദോനോ ബച്ചെ റസോയി മേ ഗയെ ജഹാ ഉൻഹെ അച്ഛാ ഖാന മില. അങ്ങനെ രണ്ടു കുട്ടികളും റസോയിയിൽ ചെന്നു, അടുക്കളയിൽ ചെന്നു. അവിടെ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഭക്ഷണം കിട്ടി. ഉൻഹോനെ അപ്നി പൂരി കഹാനി ബതായി ഓർ കഹാ കി ഹമാരെ പാസ് ഘർ കി ഏക് ഹി നിഷാനി ഹെ. അങ്ങനെ ഇവര് ആ വീട്ടിലെ ആളുകളോട് ഇവരുടെ കഹാനി, ഇവരുടെ സ്റ്റോറി പറയാണ്. എന്നിട്ട് പറഞ്ഞു ഹമാരെ പാസ്, ഞങ്ങളുടെ പക്കൽ, ഘർ കി ഏക് ഹി നിഷാനി ഹെ, ഞങ്ങളുടെ വീടിന്റെ നിഷാനി എന്ന് പറഞ്ഞ ഒരു ചിഹ്നം, ഞങ്ങളുടെ വീടിന്റെ ഒരു ചിഹ്നം മാത്രമാണ് ഞങ്ങളുടെ പക്കലുള്ളത്. ഉസ്കെ സാമനെ സനോബർ ക एक पेड़ है, ഞങ്ങളുടെ വീടിന്റെ മുന്നിലായിട്ട് ഒരു പൈൻ മരമുണ്ട്. ഉസ്കി ശാഖാവോ മേ ഹർ സുബ ദോ പക്ഷി ഗാത്തെ ഹെ, അതിന്റെ ശാഖകളിലായിട്ട് രണ്ട് പക്ഷികൾ എന്നും വന്നിരുന്ന് പാട്ടുപാടും. ഓർ രാത് മേ ഉൻകെ ബീച്ച് ഏക് ഖൂബ് ചംകീല താര ദിഖായി ദേത്താ ഹെ, അങ്ങനെ രാത്രി അതിന്റെ ഇടയിലൂടെ തിളങ്ങുന്ന ഒരു നക്ഷത്രം കാണാനായിട്ട് പറ്റും. ഘർ കെ ലോഗോ നെ കഹാ യഹാ ഹസാറോ സനോബർ ഹെ, ഉൻ पर हजारों पक्षी गाते हैं और हजारों तारे आसमान में चमकते हैं, तुम अपना घर कैसे पहचानोगे. അങ്ങനെ ആ വീട്ടിലെ ആളുകൾ പറഞ്ഞേ ഇവിടെ ഹസാറോ സനോബർ ഹെ, ഇവിടെ ആയിരക്കണക്കിന് പൈൻ മരങ്ങളുണ്ട്, അതില് ഹസാറോ പക്ഷി ഗാത്തെ ഹെ, ആയിരക്കണക്കിന് പക്ഷികൾ പാട്ടുപാടുന്നുണ്ട്. और हजारों तारे आसमान में चमकते हैं, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്തിൽ തിളങ്ങുന്നുണ്ട്. തും അപ്ന ഘർ कैसे पहचानोगे,
പെഹചാന എന്ന് വെച്ചാൽ തിരിച്ചറിയുക. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് കഴിയുക എന്ന് ആ വീട്ടിലെ ആളുകൾ ചോദിച്ചു. ഭായി ബഹൻ ने जवाब दिया, जब हम अपने देश पहुंच चुके हैं तो हमें वह पेड़ भी मिल जाएगा. അങ്ങനെ ഇവർ രണ്ടുപേരും പറയാണ്, ഈ ആൺകുട്ടി പെൺകുട്ടിയും പറയാണ്, ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് എത്തി എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു മരം കിട്ടും എന്ന് പറയാണ്, ആ ഒരു മരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് പറയാണ്. യഹാ തക് പहुंचने के लिए दो പക്ഷി भी हमें रास्ता बताते रहे. ഇവിടം വരെ എത്താനായിട്ട് രണ്ട് പക്ഷികളും ഞങ്ങൾക്ക് രാസ്ത ബത്താത്തെ രഹെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ദോനോ ബച്ചോനെ ഇസി തര സഫർ ജാരി രഖ. ജാരി രഖ്ന എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ രണ്ട് കുട്ടികളും ഈ രീതിയിൽ തന്നെ, ഇസി തര എന്ന് വെച്ചാൽ ഈ രീതിയിൽ തന്നെ സഫർ അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ജഗ ജഗ ഗരീബി ഫൈലി ഹുയി ഥി. പല പല സ്ഥലങ്ങളിലും ഗരീബി ദാരിദ്ര്യം ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ലേക്കിൻ വേ ജഹാ ജഹാ ഗയെ ഉൻഹെ ഖാന और रात बिताने के लिए जगह मिलती रही. പക്ഷേ അവരെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അവർക്ക് ഖാന, അവർക്ക് ഭക്ഷണം കിട്ടി. അതുപോലെ തന്നെ രാത് ബിത്താനെ के लिए അന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്യാനായിട്ട്, കഴിച്ചു കൂട്ടാനായിട്ട് സ്ഥലവും കിട്ടിക്കൊണ്ടേയിരുന്നു. ലോഗ് ഉനെ ബഹുത് സഹാനുഭൂതി സെ ദേഖ്തേ थे. ആളുകളൊക്കെ അവരെ വളരെയധികം സഹാനുഭൂതിയോട് കൂടിയാണ് കണ്ടിരുന്നത്. यह रहा हमारा पेड़, भाई की आंखों से खुशी के आंसू बहने लगे. അങ്ങനെ ഈ ആൺകുട്ടി പറയാണ്, നോക്ക് ഇതാണ് നമ്മുടെ പൈൻ മരം എന്ന്. ഭായി കി ആഖോ സെ, ആ ആൺകുട്ടിയുടെ കണ്ണിൽ നിന്നും ഖുഷി കെ ആസു, സന്തോഷത്തിന്റെ കണ്ണീര് ബഹനെ ലഗെ, ഒഴുകാനായിട്ട് തുടങ്ങി. और वह हमारा तारा, ബഹൻ പെഹലെ ഹസി और फिर रोने लगी. എന്നിട്ട് പറഞ്ഞു, നോക്കൂ അതാണ് നമ്മുടെ ആ നക്ഷത്രം എന്ന്. പെൺകുട്ടി ആദ്യം ചിരിച്ചു, സിസ്റ്റർ ആദ്യം ചിരിച്ചു, എന്നിട്ട് പിന്നീട് കരയാനായിട്ട് തുടങ്ങി. വേ ഏക് ദൂസരെ സെ ലിപट गए. भाई ने कहा, यह वह खलिहान है जहां पिता के घोड़े खड़े रहते थे. അങ്ങനെ ഇവർ രണ്ടുപേരും എന്താണ് ലിപ്പട്ട് ഗേ എന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യാണ്. എന്നിട്ട് ഈ ആൺകുട്ടി പറയാണ്, യ വ ഖലിഹാൻ ഹെ, ഇത് ആ ഖലിഹാൻ എന്ന് വെച്ചാൽ കളപ്പുര അല്ലെങ്കിൽ ബാൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് കളപ്പുര എന്ന് പറയുന്നത്. ജഹാ പിതാക്കെ ഘോടെ ഖടെ രഹത്തെ ഥേ, എവിടെയാണോ അച്ഛന്റെ ഘോട എന്ന് വെച്ചെന്നാണ് കുതിരകള് നിന്നിരുന്നത്, ആ കളപ്പുരയാണ് ഇത് എന്ന് പറയാണ്. और यह कुआं है जहां से माँ मवेशियों के लिए पानी लाती थी. എന്നിട്ട് ഒരു കിണർ ചൂണ്ടിക്കാണിച്ചിട്ട് പെൺകുട്ടി പറയാണ്, നോക്കൂ ഇത് ആ കിണറാണ്. ജഹാസെ മാ മവേഷിയോ കെലിയെ, മവേഷി എന്ന് വെച്ച് കഴിഞ്ഞാല് കന്നുകാലികള്, ഈ പശുക്കളും അങ്ങനത്തെ കന്നുകാലികളില്ലേ, കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് അമ്മ വെള്ളം എടുത്തുകൊണ്ടിരുന്ന കിണറാണ് ഇത് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയും അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഭായിനെ കഹ ചലോ ഘർ കെ അന്തർ ചലത്തെ ഹെ. അങ്ങനെ ബ്രദർ പറയാണ്, വാ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് പോകാമെന്ന്. പെഹലെ തും ജാവോ ബഹനെ കഹ. അങ്ങനെ ഈ പെൺകുട്ടി പറയാണ്, ആദ്യം ചേട്ടൻ പോ എന്ന്. മുझे ഡർ ലഗ്താ ഹെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് എനിക്ക് പേടിയാണ്. ഡർ ലഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പേടിയാണ്. പത്താ നഹി മാ പിത ജീവിത് ബി ഹേ യാ നഹി, അറിയില്ലല്ലോ നമുക്ക് അമ്മ അച്ഛനും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അന്തർ കമരെ മേ എക് ബൂഢ ആദ്മി അപ്നി പത്നി കെ സാത്ത് ബൈഠാ ഥാ. അപ്പം ഉള്ളില് ഒരു ബൂഢ ആദ്മി, ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു വ്യക്തി തന്റെ പത്നിയോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ഓർ കെഹ രഹാ ഥാ, എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വസന്ത് ഫിർ സെ ആ ഗയാ ഹെ, വസന്തകാലം വീണ്ടും വന്നിരിക്കുകയാണ് എന്ന്. പക്ഷി ഗാ രഹേ ഹെ, പക്ഷികള് പാട്ടുപാടുന്നുണ്ട്. ഫൂൽ ജഗ ജഗ ജാക് രഹേ ഹെ, ജാക്ന എന്ന് വെച്ച് കഴിഞ്ഞാല് എത്തി നോക്കുക. അപ്പം പൂക്കള് ഓരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുഷി കി കോയി ഉമ്മീദ് നഹി ഹെ, പക്ഷേ നമ്മുടെ ഹൃദയത്തില് ഖുഷിക്ക്, സന്തോഷത്തിന്റെ കോയി ഉമ്മീദ് നഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് സന്തോഷത്തിന്റെ ഒരു ഉമ്മീദ് എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയില്ല. അവര് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ചുറ്റും, എന്താണ് വസന്തകാലം വന്നതുപോലെ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സില് ഒരു ഹോപ്പിനുള്ള വകുപ്പില്ലല്ലോ എന്നാണ് പറയുന്നത്. തബി ദർവാസ ഖുല, ആ സമയത്താണ് ഡോർ ഓപ്പൺ ആയത്. ഏക് ലഡ്ക ഓർ ഏക് ലഡ്കി അന്തർ ആയേ ഓർ ഉൻഹോനെ ഖാനെ കെ ലിയെ കുച്ച് മാംഗ. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉള്ളിലോട്ട് വന്നു.
എന്നിട്ട് അവര് കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. മാങ്കുന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം കഴിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. ബച്ചോ പാസാവോ ഉസ് ബൂഡെ ആദ്മീനെ കഹ. അങ്ങനെ ആ പ്രായം ചെന്നിട്ടുള്ള വ്യക്തി പറഞ്ഞു, കുട്ടികളെ അടുത്തോട്ട് വരൂ എന്നുള്ളത്. ആജ് രാത് ഹമാരെ സാത്ത് രഹോ, ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കൂ എന്ന്. ഹമാരെ ബച്ചെ അഗർ ഹമാരെ പാസ് ഹോത്തെ തോ ബിൽക്കുൽ തുമ്ഹാരെ ജൈസെ സുന്ദർ ഹോത്തെ. എന്നിട്ട് അടുത്തതായിട്ട് പറയാണ്, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ തോ ബിൽക്കുൽ തുമ്ഹാരെ ജൈസെ, അപ്പോ ശരിക്കും നിങ്ങളെപ്പോലെ സുന്ദർ ഹോത്തെ, നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള കുട്ടികളായിരുന്നേനെ എന്ന്. കെഹത്തെ കെഹത്തെ ഉസ്കെ ആസു ആകെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വ്യക്തി കരയാനായിട്ട് തുടങ്ങി. ബച്ചോ സെ നെഹി രഹാ ഗയ, കുട്ടികൾക്ക് ഇനിയും അത് മറച്ചു വെക്കാനായിട്ട് കഴിഞ്ഞില്ല. ഉൻഹോനെ അപ്നി പിത ഓർ മാ കോ ഗലേ ലഗാ ലിയ. അവർ രണ്ടുപേരും എന്താ ചെയ്തത്, തങ്ങളുടെ അച്ഛനെയും അമ്മേനെയും കെട്ടിപ്പിടിച്ചു. ഗലേ ലഗാന എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക എന്നാണ്. ഓർ റോത്തെ ഹുവേ കഹ, അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹം ഹി ആപ്കെ ബച്ചേ ഹെ, ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലോട്ട് ആയേ ഹെ, ഞങ്ങൾ തിരികെ വന്നിരിക്കുകയാണ്. ഹം സനോബർ കെ പേട് സെ ഹി അപ്നെ ഘർ കോ പഹചാൻ ഗയേ ഥേ. അപ്പം ഞങ്ങൾക്ക് ഈ പൈൻ മരം കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ വീട് മനസ്സിലായി എന്നാണ് പറയുന്നത്. പെഹചാൻ എന്ന് വെച്ചാൽ തിരിച്ചറിയുക. അപ്പം ഈ ഒരു സനോബറിന്റെ മരം നോക്കി ഞങ്ങളുടെ വീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഖുഷി കെ മാരെ മാതാപിതാ കി ആഖേ ഛലക് പടി. സന്തോഷം കാരണം ആ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുകള് നിറഞ്ഞൊഴുകി. അതായത് ഛലക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളുമ്പുക എന്നാണ്. അപ്പം കണ്ണ് നിറഞ്ഞ് തുളുമ്പി. ഉൻഹോനെ ദോനോ കെ ഗാലോ കോ ചൂമ. അങ്ങനെ പാരന്റ്സ് എന്ത് ചെയ്തു, ഈ രണ്ടു കുട്ടികളുടെയും ഗാൽ എന്ന് വെച്ചാൽ അവരുടെ കവിളുകൾ, അവരുടെ ചീക്സില് ചൂമ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസ് ചെയ്യുക. അങ്ങനെ അവരുടെ കവിളുകളിൽ ഉമ്മ വെച്ചു അമ്മയും അച്ഛനും. മാനെ കഹ, അമ്മ പറഞ്ഞു, മുझे पता था कि आज कोई अच्छी बात होने वाली है. എനിക്ക് അറിയായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോവുകയാണ് എന്ന്. आज सुबह सुबह हमारे पेड़ की शाखाओं में दो पक्षी बहुत मिठास के साथ गा रहे थे. ഇന്ന് സുബഹ രാവിലെ തന്നെ ഹമാരെ പേട് കി ശാഖാവോ മേ, നമ്മുടെ ഇവിടുത്തെ ഈ മരത്തിന്റെ ചില്ലയില് ദോ പക്ഷി, രണ്ട് പക്ഷികള് ബഹത് മിഠാസ് കെ സാത്ത്, വളരെ സ്വീറ്റ് ആയിട്ട്, മിഠാസ് എന്ന് വെച്ചാൽ സ്വീറ്റ് ആയിട്ട് എന്നാണ്, വളരെ സ്വീറ്റ് ആയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു എന്ന്. അപ്പൊ അത് കണ്ടപ്പോ അമ്മയ്ക്ക് തോന്നി എന്തോ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്ന്. ഭായിനെ കഹ ഹാ ആജ് താരാ ബി പത്തിയോ കെ ബീച്ച് പെഹലെ സെ കഹി ജ്യാദാ ചമക് രഹാ ഹെ. അത് ശരിയാണ്, ഇന്ന് ആ നക്ഷത്രവും ഈ ഇലകളുടെ ഇടയില്, പത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ, പത്തിയോ കെ ബീച്ച് ഇലകളുടെ ഇടയില് പെഹലെ സെ കഹി ജ്യാദ, മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് അധികം ചമക് രഹാ ഹെ, തിളങ്ങുന്നുണ്ട് എന്ന്. അബ് ഹമേ അപ്നാ ഘർ മിൽ ഗയാ ഹെ, ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കിട്ടിയിരിക്കുന്നു, ഞങ്ങളത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഹമാരി ബട്കൻ ഖത്തം ഹോ ഗയി ഹെ, ഞങ്ങളുടെ ഈ ഒരു അലച്ചില്, ബട്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു അലച്ചില് അവസാനിച്ചിരിക്കുന്നു എന്ന് കുട്ടികള് പറയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഫോക്ക് സ്റ്റോറി അവസാനിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഈ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവരുടെ പാരന്റ്സിന്റെ അടുത്ത് ചെന്ന് എത്തിപ്പെടുകയാണ്. അങ്ങനെയാണ് സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.